മൈലാഞ്ചി ചുവപ്പ്. രചന റഹ്മത്തുള്ള നിഷാദ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. മിക്ക് മൈലാഞ്ചിട്ട് തെയ്യോ? ഇട്ട് തയ്യൂലല്ലോ. മിക്ക് മൈലാഞ്ചിട്ട് തെയ്യൂലേ? ഇമ്മി ഇട്ട് തെയ്യാത്തോണ്ട് ഞാൻ കയ്യും വാപ്പി വെയ്യുമ്പോ ഞാൻ പഞ്ഞു കൊടുക്കും. ചെറുതായി ചിണുങ്ങി തുടങ്ങിയ മോളിപ്പോൾ ഉച്ചത്തിൽ നിലവിളിച്ച് കരയാൻ തുടങ്ങി. കൂടെ പദം പറച്ചിലുമുണ്ട്. ഇമ്മി ഇട്ട് തെയ്യൂല, എനിക്ക് മൈലാഞ്ചിട്ട് തെയ്യൂല എന്ന് പറഞ്ഞ് വീണ്ടും അവളുടെ കരച്ചിൽ കേൾക്കാം. പിന്നെ ആ ശബ്ദം ദൂരേക്ക് അകന്നു പോകും പോലെ. മോളെ, ഉമ്മി ഇട്ട് തരാട്ടോ. എന്റെ പൊന്നിന് ഉമ്മി മൈലാഞ്ചിട്ട് തരാട്ടോ. മോള് കരയില്ലേടാ? വാവേ, എന്റെ പൊന്നു മോള് കരയില്ലേ? മനച്ചുന്ദരി മോളല്ലേ? ഇല്ല. എന്റെ പിൻവിളിക്ക് കാത്തു നിൽക്കാതെ കുഞ്ഞിക്കാരടി ശബ്ദം ദൂരേക്ക് ഓടി മറഞ്ഞു. മോളെ, പോലെ മോളെ, ഉമ്മി വിട്ട് പോലെ മോളെ എന്നുള്ള നിലവിളിയോടെ ഞാൻ ഉറക്കത്തിൽ നിന്ന് ചാടി എണീറ്റു. സ്വബോധം നഷ്ടപ്പെട്ടവളെ പോലെ അലറിക്കരഞ്ഞു. എന്റെ കരച്ചിൽ കേട്ട് അരികിൽ കിടന്ന ഇക്ക ചാടി എണീറ്റു. നജ, എന്താ ഇന്ന് നീ മോളെ സ്വപ്നം കണ്ടോ? നജ, നിന്നോട് ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞ കിടക്കാൻ സമയത്ത് വേറൊന്നും ആലോചിക്കരുതെന്ന്. എന്താ നീ ഇങ്ങനെ? ഇനി എന്നാ ഇതൊക്കെ നീ മനസ്സിൽ നിന്നും മാറ്റുന്നു? എന്നെ കുലുക്കി വിളിച്ച് ഇക്ക ചോദിക്കുമ്പോൾ തിരിച്ച് ഞാൻ എന്താണ് മറുപടി പറയേണ്ടത്? മറക്കാനോ? ഞാൻ മറക്കാനോ? എൻ്റെ പൊന്നുമോളെ ഞാൻ എങ്ങനെ മറക്കാനാ ഇക്ക ഒക്കെ മറന്നെന്ന് എൻ്റെ മുന്നിൽ അഭിനയിക്കുന്നല്ലേ? എൻ്റെ മുന്നിൽ വേദനകളെല്ലാം ഒളിപ്പിച്ചു വെച്ച് എൻ്റെ ഹൃദയത്തിൻ്റെ വേദന കൂടി പകുത്തെടുക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നല്ലേ ഇക്ക? ഇല്ല ഇക്ക, ഈ വേദന ഇതാർക്കും എന്നിൽ നിന്ന് പകുത്തെടുക്കാൻ കഴിയില്ല. കഴിഞ്ഞു പോയ 1 വർഷം കൊണ്ട് ഞാൻ അനുഭവിക്കുന്ന ഈ വേദന അതെന്നെ വിട്ട് പോകുന്നില്ല എന്നും പറഞ്ഞ് ഞാൻ പൊട്ടിക്കരയുമ്പോൾ നിശബ്ദനായ ആ മനുഷ്യൻ്റെ കൂടെ കരയുന്ന ഞാൻ അറിയുന്നുണ്ട്. 1 വർഷത്തിന് മുന്നേ, അന്ന് 3ാമത്തെ മകൾക്ക് 3 വയസ്സ് തികഞ്ഞിട്ടില്ല. അന്ന് ഇക്കാടെ തറവാട് വീട്ടിലാണ് ഞങ്ങൾ താമസം. മോന് 2ാമത്തെ മോള് സ്കൂളിലാണ് പഠിക്കുന്നത്. കുടുംബ വീടിൻ്റെ കുറച്ചടുത്ത് തന്നെ ഞങ്ങൾക്ക് വീട് വെക്കാൻ കുറച്ച് സ്ഥലം വാങ്ങിയിട്ടുണ്ട്. അതിൽ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇക്ക ഗൾഫിൽ നിന്നൊക്കെ നാട്ടിൽ വന്ന് നിൽക്കുന്നു. പൊടിമോൾക്ക് വല്ലാത്തൊരു ഇഷ്ടമാണ് മൈലാഞ്ചിയോട്. മൈലാഞ്ചിയുടെ കടഞ്ചുവപ്പും അതിൻ്റെ മണകൾക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു സംഗതിയാണ്. കുഞ്ഞിലെ മുതലേ ആരുടെ കയ്യിൽ മൈലാഞ്ചി കണ്ടാലും അവൾക്കും വേണം. മൈലാഞ്ചി ഇട്ടതായോ എന്ന് പറഞ്ഞ് എപ്പോഴും കരച്ചിലാണ്. എത്രയിട്ടാലും കൊതിരിയില്ല അവൾക്ക് മൈലാഞ്ചിയോട്. മൈലാഞ്ചിയിട്ട് കയ്യിലെ ചുവപ്പ് മാറും മുന്നേ വീണ്ടും അവൾക്ക് മൈലാഞ്ചി വേണം. രാവിലെ തുടങ്ങിയ ബഹളമാണ് മൈലാഞ്ചി ഇട്ട് കൊടുക്കാൻ. വീടിൻ്റെ ഫ്രണ്ടിലെ സൈഡിലായിട്ട് ഒരു മൈലാഞ്ചി ചെടി നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അടുക്കളയിലെ ജോലിയെല്ലാം കഴിഞ്ഞ ശേഷം അവളെയും കൊണ്ട് തന്നെയാണ് മൈലാഞ്ചിയിലെ ഊരിയെടുക്കാൻ ഇറങ്ങിയത്. മൈലാഞ്ചിയിലെ പിച്ചെടുക്കാൻ ഇറങ്ങിയത് തന്നെ ഭയങ്കര സന്തോഷമാണ് മോൾക്ക്. തുള്ളിച്ചാടി മൈലാഞ്ചി ചെടിക്ക് ചുറ്റും ഓടുന്നുണ്ട്. കുഞ്ഞിളം കയ്യിൽ 3-4 ഇലകളായി എടുക്കുന്നുമുണ്ട്. എത്ര ഇറുത്തെടുത്താലും മതിയാവില്ല, ഇനിയും വേണമെന്ന് പറഞ്ഞ് നിലവിളിയാണ്. അവളുടെ ഇഷ്ടം പോലെ ഇറുത്തെടുത്ത് കൊണ്ടുവന്ന് മൈലാഞ്ചി അരച്ചെടുക്കാൻ തുടങ്ങുമ്പോഴാണ് ഫോണിലേക്ക് ഇക്ക വിളിക്കുന്നത്. വീട്ടിലാണെങ്കിൽ ലാൻഡ് ഫോണാണ് ഉപയോഗിക്കുന്നത്. ഷെൽഫിൽ വെച്ചിരിക്കുന്ന പൈസ എടുത്തുകൊണ്ട് ചെല്ലാനാണ് ഇക്ക വിളിച്ചത്. വീട്ടിലിപ്പോൾ ടൈൽസ് ഇടുന്ന പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ജോലിക്കാർക്ക് കൊടുക്കാൻ വെച്ചിരിക്കുന്ന പൈസയാണ്. ഇപ്പം കൊണ്ടുവരണ ഇക്ക എന്ന് ചോദിച്ചപ്പോൾ കൊണ്ടു ചെല്ലാൻ പറഞ്ഞു ഇക്ക. പിന്നെ മോളെ എടുത്ത് പൈസ എടുത്തുകൊണ്ട് ഇക്കാട് അടുത്തേക്ക് പോയി. മൈലാഞ്ചി അരച്ചില്ലെന്ന് പറഞ്ഞവൾ ഒരേ കരച്ചിലും ദേഷ്യവുമാണ്. ഇപ്പൊ വരാമത്തെ വാപ്പി വിളിച്ചിട്ട് ചെന്നില്ലേ, വാപ്പി വഴക്ക് പറയില്ല ഉമ്മിയെ. അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് സമാധാനപ്പെടുത്തിയാണ് മോളെ കൊണ്ടുപോയത്. വീടിനടുത്താണ്, നടന്നു പോകാവുന്ന ദൂരം. ഞങ്ങൾ ചെല്ലുമ്പോൾ ഇക്കയും ജോലിക്കാരുമുണ്ട്. പൈസ ഇക്കാടെ കൊടുത്ത് മോളെയും കൊണ്ട് വീടിനകത്ത് കയറി ടൈൽസ് ഇടുന്നൊക്കെ നോക്കി നിന്നു. അവർക്ക് കുറച്ച് വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ മോളെ താഴെ നിർത്തി. നാരങ്ങ ഇരുന്നെടുത്ത് പിഴിഞ്ഞ് എല്ലാവർക്കും കൊടുത്ത് ഞാൻ നിൽക്കുമ്പോൾ നാസർക്ക മോളെവിടെയും ചോദിച്ചുകൊണ്ട് റൂമിൽ നിന്ന് പുറത്തു വന്നു. നാസർക്ക ഇക്കാൻ്റെ അടുത്ത കൂട്ടുകാരനാണ്, ഒരേ നാട്ടുകാർ. മോളെവിടെ ഇക്കാടെ കൂടെ ഉണ്ടായിരുന്ന നാസർക്ക എന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴേക്ക് റൂമിൽ നിൽക്കുകയും മറ്റു പണിക്കാരും കൂടെ ഇറങ്ങി വന്നു. ഇല്ല നാച്ച, മോളെവിടെ ഇല്ല. ഉമ്മയുടെ അടുത്ത് പോകാന്ന് പറഞ്ഞ് നേരത്തെ ഇങ്ങോട്ട് ഇറങ്ങി വന്നിരുന്നു. നീ കണ്ടില്ലേ മോളെ? ആ, ചിലപ്പോൾ പുറത്തിറങ്ങി പോയി കാണും പറഞ്ഞുകൊണ്ട് ഇക്ക തന്നെ മുന്നിൽ നടന്നു. ഇക്കാടെ പുറകെ ഞങ്ങളും. മുറ്റത്തൊക്കെ മോളെ നോക്കി, കാണാനില്ല. ഇക്ക മോളുടെ പേര് ചൊല്ലി ഉറക്കെ വിളിച്ചു, ഐഫ, മോളെ ഐഫ. ഇല്ല, മോളെയെങ്ങും കാണാനില്ല. അവള് വിളിയും കേൾക്കുന്നില്ല. അവള് വാപ്പി ആരെങ്കിലും വിളിച്ചാൽ ഓടി വരുന്നതാണ്. നെഞ്ചിനുള്ളിലൊരു പിടപ്പ്. മോളെവിടെ? അതിന് മാത്രം സമയമൊന്നും ആയിട്ടില്ല. അതിനിടക്ക് അവളെ എവിടെ പോയി റബ്ബേ? പടച്ചോനെ, എൻ്റെ കുഞ്ഞിനൊന്നും പറ്റരുതേ എന്നൊരു ദുആയോടെ വീടിന് ചുറ്റും നടന്ന് ഒന്നുകൂടെ വിളിച്ചു നോക്കി. മോളെ, ഇനി കളിപ്പിക്കാൻ വേണ്ടി കയറി ഒളിച്ചിരുന്ന് പറ്റിക്കുകയാണോ? ഇക്കയും പണിക്കാരും വീണ്ടും മോളെ വിളിച്ചുകൊണ്ട് വീടിനകത്തുള്ള മുറികളിലും പുറത്തുമായി തിരിഞ്ഞടന്നു. എന്തോ ഒരു ഉൾഭയം വന്നതിനെ പൊതിഞ്ഞു. ശബ്ദം പുറത്തേക്ക് വരാതെ അവ തൊണ്ടക്കുഴിയിൽ തടഞ്ഞു. ശ്വാസം പോലും എടുക്കാൻ കഴിയാത്തൊരു തരം ഭയം ഉടലാകെ പൊതിഞ്ഞു. കാലുകൾ മുന്നോട്ട് വയ്ക്കാൻ കഴിയാതെ വേച്ചു പോകും പോലെ ഉള്ളിൽ നിന്ന് അലറി വിളിച്ചു, മോളെയെന്ന്.
തൊണ്ടക്കുഴിയോളം വന്നെത്തിയ ശബ്ദം അവിടെ തന്നെ തട്ടിത്തെറിച്ച് പുറത്തേക്ക് വരാൻ കഴിയാതെ ഉടഞ്ഞുപോയി. എൻ്റെ നിലവിളി ഞാനല്ലാതെ മറ്റാരും കേട്ടില്ല. ഇക്കയും പണിക്കാരും പുറത്ത് മോളെ വിളിച്ച് നോക്കുന്നുണ്ട്. പെട്ടെന്ന് തോന്നിയ ഓർമ്മയിൽ ഞാൻ ടെറസിൻ്റെ മുകളിലേക്ക് നോക്കാൻ ഓടിപ്പോയി. ഇല്ല, അവിടെയും മോളില്ല. പെട്ടെന്ന് താഴെന്ന് പണിക്കാരനാരോ വിളിച്ചു പറയുന്നത് കേട്ടു. ഷെയ്ഖ, മോളെ ചെരുപ്പല്ലേ ഇത്? ടൈലിടാമെന്ന മഹേഷ് എന്ന പയ്യൻ്റെ ശബ്ദമായിരുന്നത്. ടെറസിൻ്റെ മുകളിൽ നിന്ന് ആ ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് താഴോട്ട് പായുകയായിരുന്നു. അവസാന പടിയും ഇറങ്ങാൻ തുനിയുമ്പോൾ കാലിടറി ഞാൻ മുഖമടിച്ച് നിലത്തേക്ക് വീണുപോയി. വീഴ്ചയുടെ വേദനയോ ആഘാതമോ ഒന്നും മനസ്സിലുണ്ടായില്ല. എണീറ്റോടാൻ ഹൃദയം ആവേശം കൂട്ടി. അവളെ കാണണം, അതുമാത്രമായിരുന്നു ചിന്ത. ഞാൻ പുറത്തേക്ക് ഓടിയിറങ്ങുമ്പോൾ ഇക്കയും പണിക്കാരും കൂടെ മോളുടെ ചെരുപ്പിടുന്ന സ്ഥലത്തേക്ക് ഓടിപ്പോകുന്ന കണ്ടു. ഞാനും ഓടി അവരുടെ അടുത്തേക്ക്. വീട് പണി തുടങ്ങുമ്പോൾ ആദ്യം കിണറിന് വേണ്ടി കുഴിച്ച കുഴിയായിരുന്നു അവിടെ. ഒത്തിരി കുഴിച്ചിട്ടും വെള്ളം കിട്ടാതെ വന്നപ്പോൾ അവിടെ മതിയാക്കി വീടിൻ്റെ ഫ്രണ്ടിലായി കിണർ കുഴിക്കുകയായിരുന്നു. ആദ്യമെടുത്ത കുഴി അതുപോലെ തന്നെ കിടക്കുകയായിരുന്നു. അത് പിന്നീട് എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കാമെന്ന് കരുതിയാണ് കുഴി മൂടാതിരുന്നത്. മോളുടെ ചെരുപ്പ് ആ കുഴിക്കടുത്ത് കിടക്കുകയാണ്. ഇക്ക മോളുടെ ചെരുപ്പ് കയ്യിലെടുത്തു. ഒന്നേ ഉള്ളൂ, ഒന്ന് കാണാനില്ല. മഹേഷേ, എൻ്റെ മോള് നാസിർക്ക. ഭയം കൊണ്ട് വിറക്കുന്ന ഇക്കയുടെ ശബ്ദം. മോളെ എന്നുള്ള വിളി ഇടർച്ചയോടെ നിന്നു പോകുന്നു. ഇക്കയുടെ കണ്ണൊക്കെ നിറഞ്ഞു തുളുമ്പുന്നു. നാസിർക്കയും മഹേഷും കൂടി കുഴിക്കടുത്തേക്ക് ഓടിപ്പോയി നോക്കുന്നു. ഇതൊക്കെ കണ്ട് ഞാനും നിന്ന സ്ഥലത്ത് നിന്ന് അനങ്ങാൻ കഴിയാതെ നിന്നുപോയി. എന്തോ അപകടം എൻ്റെ പൊന്നുമോൾക്ക് സംഭവിച്ച പോലെ, ഉള്ളാകെ കിടുങ്ങും പോലെ, ദേഹമാകെ വിറക്കുകയാണ്. നെഞ്ചിടിപ്പ് കൂടുന്നു. കുഴിക്കടുത്തെത്തിയ നാസിർക്ക വിളിച്ചു പറയുന്നത് ദൂരെ ഏതോ ഗർത്തത്തിൽ നിന്നോണം ഞാൻ കേട്ടു. ഷെയ്റേ, മോള് കുഴിയിൽ വീണടാ, മൊത്തം മഴവെള്ളം കിടക്കുവാടാ. കേട്ടപാതി ഇക്ക മോളേന്ന് വിളിച്ച് ഓടുന്നു കണ്ടു. മറ്റുള്ളവർ ഓടുന്നു. അവരെന്തൊക്കെയോ പറയുന്നു. എനിക്കൊന്നും കാണാനും കേൾക്കാനും പറ്റാത്ത പോലെ. പൊന്നുമോളെ എന്നൊരു വിളി ഹൃദയത്തിലെവിടെയോ കുരുങ്ങി കിടക്കുന്നു, പുറത്തേക്ക് വരാൻ കഴിയാതെ. ഭാരമേറിയ കാലുകൾ വലിച്ചു വെച്ച് ഞാനും മോൾക്കടുത്തേക്ക് ഓടി. ഓടുമ്പോൾ ആ നിമിഷം ഉറക്കി ഞാൻ കരഞ്ഞുപോയി. അവിടെ ബഹളം കേട്ടിട്ട് ആൾക്കാരെല്ലാം ഓടിക്കൂടി. ആരൊക്കെയോ കുഴിയിലിറങ്ങാൻ പോകുന്നു. ഞാൻ ഇക്കാൻ്റെ അടുത്ത് ചെന്ന് നിന്ന് ഒന്നേ നോക്കിയുള്ളൂ. ആ കാഴ്ച കണ്ടെൻ്റെ ഹൃദയം മുറിഞ്ഞു. രക്തമൊഴുകി, കാഴ്ച മറഞ്ഞു. എൻ്റെ ജീവശ്വാസം നിലച്ചു. ഒരാർത്തനാദത്തോടെ ഞാൻ ഊർന്ന് നിലത്തേക്ക് പോയി. പിന്നീട് ഞാൻ വരുമ്പോൾ വീടാകെ ഖുർആനിൻ്റെ വചനങ്ങളാൽ മുഖരിതമായിരുന്നു. വീടാകെ ചന്ദനത്തിൻ്റെ മരണമണം നിറഞ്ഞു. എൻ്റെ അടുത്ത് എൻ്റെ പ്രിയപ്പെട്ടവർ വാവിട്ട് കരയുന്നു. പെട്ടെന്ന് എനിക്ക് ബോധം വന്ന പോലെ കണ്ണു തുറിച്ച എല്ലാവരെയും നോക്കി. പിന്നെ എണീറ്റൊരു ഓട്ടമായിരുന്നു. മുന്നിലുള്ളതെല്ലാം തട്ടിത്തെറിപ്പിച്ച് ഞാൻ ഉമ്മറത്തേക്ക് ഓടി. അവിടെ ഞാൻ കണ്ട കാഴ്ച, എൻ്റെ പൊന്നുമോള് വെള്ളത്തുണിയിൽ മൂടി പുതച്ച് കിടക്കുന്നു. യാ അല്ലാഹ്. വീണ്ടും ഞാൻ ആ കാഴ്ച നോക്കി. മോളെ, എൻ്റെ പൊന്നുമോളെ എന്നൊരു നിലവിളിയോടെ ഓടി എൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത് ചെന്നു. ആ പൂമുഖത്തേക്ക് നോക്കി. ഇരു കണ്ണുകളും അടച്ച് സുഖമായി ഉറങ്ങുന്നുണ്ട് എൻ്റെ പൊന്നുമോള്. മോളുടെ അരികിലിരുന്ന് കരയുന്ന മക്കൾ രണ്ടാളും ഉമ്മച്ചി എന്നുള്ളൊരു വിളിയോടെ എന്നെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. ഞാനും കരഞ്ഞു, ആർത്ത് കരഞ്ഞു. ഒരു പെരുമഴ പോലെ ഇരു കണ്ണുകളും പെയ്തിറങ്ങി. മക്കളെ മാറ്റിയിരുത്തി എൻ്റെ കുഞ്ഞോളുടെ പൂമുഖം ഇരു കരങ്ങളാൽ കോരിയെടുത്തു. 1000 മുത്തങ്ങളാൽ മൂടി. എൻ്റെ കണ്ണീര് വീണ് മോളുടെ മുഖമാകെ നനഞ്ഞു. പൊന്നുമോളെ, എപ്പോഴാണ് വാപ്പച്ചിയുടെ അടുത്തു നീ വെളിയിലിറങ്ങിപ്പോയി? ഉമ്മച്ചി കണ്ടില്ലല്ലോ പൊന്നെ നീ പോയത്. എന്റെ പൊന്നുമോളെ മരണം കൊണ്ടുപോയത് അറിയാതെ തൊട്ടടുത്ത് ഉമ്മച്ചി നീന്തല്ലോ പൊന്നെ. ഹൃദയം പൊട്ടി നിലവിളിച്ചു. കരയുമ്പോൾ ആരൊക്കെയോ അരികിൽ വന്ന് എന്തൊക്കെയോ പറഞ്ഞ് സമാധാനപ്പെടുത്തുന്നു. അമ്മ, കരുണവാനായ റബ്ബേ, ഞങ്ങളിതെങ്ങനെ സഹിക്കും റബ്ബേ? ഇലാഹി, നീ വല്ലാതെ പരീക്ഷിച്ച് കളഞ്ഞല്ലോ റബ്ബേ. ഹൃദയവേദന സഹിക്കാൻ കഴിയാതെ ഞാൻ നെഞ്ചു പൊട്ടിക്കരഞ്ഞു. എൻ്റെ പൊന്നുമോളെ വീണ്ടും ആ മുത്തങ്ങൾ കൊണ്ട് മൂടുമ്പോൾ അരികിലേക്ക് വന്നിരുന്നു. നാജ, മോളെ കുളിപ്പിക്കാൻ സമയമായി. നീ കുളിപ്പിക്കില്ലേടി മോളെ. ഇനിയൊന്നും സഹിക്കാൻ കഴിയാത്ത വിധം വേദനയോടെ പൊട്ടിക്കരഞ്ഞു. ഇക്ക, നമ്മുടെ പൊന്നുമോള് പോയത് നമ്മൾ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് കരയുമ്പോൾ ഇക്കയും നെഞ്ചു പൊട്ടിക്കരഞ്ഞു. നാജ, അവള് നമുക്ക് പടച്ചോ തന്ന നമ്മുടെ കൂടെ അവൾ കഴിയാനുള്ള സമയം കഴിഞ്ഞു. ഇനി നമ്മുടെ പൊന്നുമോൾ പടച്ചോൻ്റെ ജന്നാത്തിൽ മാലാകെ പോലെ ഓടിക്കളിക്കും. നമുക്ക് ക്ഷമിക്കാം മോളെ. നമ്മുടെ വിധിയ അംഗീകരിച്ചേ മതിയാവും. നീ മോളെ കുളിപ്പിക്കാൻ നോക്ക്. ഇല്ലെങ്കിൽ ഇനി ഒരുപാട് താമസിക്കും. മഗ്‌രിബിന് മുമ്പ്
മോളെ കൊണ്ടുപോകണം. ഞങ്ങളുടെ അവസ്ഥ കണ്ട് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ കരഞ്ഞു. മോളെ എല്ലാവർക്കും അത്ര ഇഷ്ടമായിരുന്നു. പെട്ടെന്നാണ് എൻ്റെ മനസ്സിലേക്ക് ആ കാര്യം ഓടിയെത്തിയത്. എൻ്റെ പൊന്നിന് മൈലാഞ്ചിട്ട് കൊടുത്തില്ലല്ലോ റബ്ബേ. ഇക്ക മോള് മൈലാഞ്ചില്ലെന്ന് പറഞ്ഞ് കരഞ്ഞിരുന്നു. ഇലയൊക്കെ ഞാനും മോളും കൂടി ഊരിയെടുത്ത് വെച്ചപ്പോഴും ഇക്ക വിളിച്ചത്. ഞാനെൻ്റെ പൊന്നിന് മൈലാഞ്ചിട്ട് കൊടുത്തില്ലല്ലോ ഇക്ക എന്ന് പറഞ്ഞ് വീണ്ടും കരയാൻ തുടങ്ങി. മൈലാഞ്ചിട്ട് കൊടുത്തിട്ട് വേണം എൻ്റെ പൊന്നുമോളെ കൊണ്ടുപോകാൻ, ഇല്ലെങ്കിൽ അവള് കരയോ ഇക്ക. എൻ്റെ പൊന്നുമോള് അത്രയും സന്തോഷത്തോടെ എടുത്തു വെച്ചതാ. ഇക്ക വിളിച്ചപ്പോ വന്നിട്ട് അരച്ചിടാന്ന് പറഞ്ഞു ഞാൻ മോളെ കൊണ്ട് വന്നതാ അവിടെ. എൻ്റെ മോൾക്ക് മൈലാഞ്ചിട്ട് കൊടുക്കണം, അല്ലാതെ അവളെ കൊണ്ടുപോയ അവൾക്ക് സങ്കടം ഇക്ക. സ്വബോധം നഷ്ടപ്പെട്ട പോലെ ഞാൻ വീണ്ടും കരയാൻ തുടങ്ങി. ഇക്ക പള്ളിയിൽ ഉസ്താദിനോട് ചോദിക്കും, മോളുടെ അവസാനത്തെ ആഗ്രഹമായിരുന്നു അത് ഇട്ട് കൊടുക്കട്ടെന്ന് ചോദിച്ചു നോക്കിക്ക. വിവരം പറഞ്ഞപ്പോൾ മൈലാഞ്ചിട്ട് കൊടുക്കാൻ ഉസ്താദ് സമ്മതിച്ചു. പിന്നെ ഞാൻ ഇരുന്നില്ല. മോളെ വാരിയെടുത്ത് അവളെ കുളിപ്പിക്കാൻ കൊണ്ടുപോയി. അവൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിരുന്ന ഇളം ചൂടുവെള്ളത്തിൽ അവസാനമായിട്ട് ഞാൻ അവളെ കുളിപ്പിച്ചു. എൻ്റെ കണ്ണീര് കൊണ്ട് കുളിപ്പിച്ചു, അതായിരിക്കും ശരി. മോളെ കുളിപ്പിച്ച് കിടത്തി വെള്ളത്തുണിയിൽ പൊതിഞ്ഞെടുത്ത് അത്തറ് പൂശി അവളൊരു രാജകുമാരിയെ പോലെ അണിഞ്ഞൊരുങ്ങി കിടക്കുന്നു. ഏറെ നേരം ഞാൻ നോക്കി നിന്നു. നാജ, സമയം പോകുന്നു. ഇക്കരികിൽ തന്നെ ഇരുന്ന് വിളിക്കുന്നു. ഇക്കെന്നാണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി. മോൾക്ക് മൈലാഞ്ചി അരക്കാനാണ്. ഞാൻ അവിടെ അരികിൽ നിന്ന് എണീറ്റു. പൊന്നു മോൾക്ക് ഉമ്മച്ചി മൈലാഞ്ചി അരച്ചുകൊണ്ട് വരാട്ടോ, ഇപ്പോൾ വരാം. ആ വീടിൻ്റെ അകത്തളങ്ങളിലൂടെ നടക്കുമ്പോൾ ഞാൻ ദിക്കറിയാതെ ഉലഞ്ഞു. മൈലാഞ്ചിയിലെടുത്ത് അരക്കണം. എവിടെയാണ് എടുത്തു വെച്ച് ഒന്നും ഓർമ്മ കിട്ടാത്ത പോലെ. അവസാനമായിട്ട് അവൾക്ക് വേണ്ടി അരക്കുന്നതല്ലേ, അവസാനമായിട്ട് അവൾക്ക് വേണ്ടി അരക്കുന്നതല്ലേ. ഇനി മുതൽ ഒരിക്കലും എനിക്ക് അവൾക്ക് വേണ്ടി അത് ചെയ്യാൻ കഴിയില്ലല്ലോ റബ്ബ്. അവളുടെ ഓർമ്മകളിൽ തേങ്ങൽ ഉയരുകയാണ്, നെഞ്ചാകെ പൊള്ളി പിടയുന്ന പോലെ. വളരെ കുറച്ച് സമയം മാത്രമേ എൻ്റെ പൊന്നുമോളി വീട്ടിലുള്ളൂ. അവൾക്ക് യാത്രയാവാൻ സമയമായി. ചിന്തകളുടെ ഭാരവും പേറി ഞാൻ മൈലാഞ്ചിയിൽ എവിടെയാണെന്ന് വെച്ചിരുന്നത് നോക്കി നടന്നു. വേറെയിലെടുക്കാമെന്ന് ബന്ധുക്കൾ പറഞ്ഞെങ്കിലും എൻ്റെ മോൾ അവസാനമായി അവളുടെ കൈകൊണ്ട് പറിച്ചെടുത്ത് തന്നെ മതിയെന്ന് ഞാൻ വിചാരിച്ചു. അടുക്കളയിൽ വെച്ചിരുന്ന മൈലാഞ്ചിയിലെ കൈകളിലെടുത്ത് അരകല്ലിനടുത്തേക്ക് നടന്നു. അത് കഴുകി വൃത്തിയാക്കി ഇല അരക്കാൻ തുടങ്ങി. എൻ്റെ പൊന്ന് സഹിക്കാൻ പറ്റണില്ല മുത്ത്. എൻ്റെ പൊന്നുമോൾക്ക് ജീവനോടെ ഇരുന്നപ്പോൾ ഇതരച്ച് നിന്റെ ആ കുഞ്ഞുങ്ങളെ കൈകളിലേക്ക് ഇട്ടുതരാൻ ഉമ്മാക്ക് കഴിഞ്ഞില്ലല്ലോ പൊന്ന്. നീ ഒരുപാട് വാശി പിടിച്ച ഉമ്മ അറിഞ്ഞില്ലല്ലോ മുത്ത്, ഇത്ര വേഗം നീ ഞങ്ങളെ തനിച്ചാക്കി പോകുമെന്ന്. ഇരു കണ്ണുകളും ഇരു കടലായി തോരാതെ പെയ്യുന്ന പെരുമഴയായി. കണ്ണീരിനാൽ കുതിർന്ന മൈലാഞ്ചിയിൽ അരച്ചെടുക്കാൻ ഞാൻ ഒരുപാട് പാടുപെട്ടു. ശരീരത്തിന് ബലമില്ലാത്ത പോലെ, ദേഹമാകെ തളർന്ന താഴേക്ക് പതിക്കാൻ പോകുന്നത് പോലെ. നാജ ഒരു വിളിയോടെ ഇക്കരികിലേക്ക് വന്നു. ഇക്ക. ആശ്രയമില്ലാത്തവളെപ്പോലെ ഞാനിക്കെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാൻ തുടങ്ങി. എനിക്കൊപ്പം കരയുമ്പോഴും ആ മനുഷ്യൻ എന്നെ സമാധാനപ്പെടുത്തി. നീ ഇനി കരയില്ലേ നാജ, നിനക്കറിയില്ലേ, നീ കരയുന്നുണ്ടാ നമ്മുടെ മോൾക്ക് സങ്കടമാവുന്നു. അവൾക്ക് നീ ഇതിട്ട് കൊടുക്കുമ്പോൾ കരയാൻ പാടില്ല മോളെ. നമ്മുടെ മോൾ സന്തോഷത്തോടെ സ്വീകരിക്കട്ടെ. കരയില്ലേക്ക് ഞാൻ കരയൂല. തകർന്നു പോയ ഹൃദയം മരണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനുള്ള അവസാന ശ്രമം പോലെ ഞാൻ പറഞ്ഞു. ഞാൻ ഇക്കയെ കെട്ടിപ്പിടിക്കുമ്പോൾ എൻ്റെ കൈകളിൽ നിന്ന് ഇക്കയുടെ ഷർട്ടിലേക്ക് മൈലാഞ്ചിയുടെ ചുവപ്പ് പടർന്നു. അരികിൽ വന്നുകൊണ്ട് ഇത്താത്ത പറഞ്ഞു, ഇത്താത്ത അരക്കാൻ ഞാൻ മാറിക്കൊടുക്കാനെന്ന്. ഞാനൊരു ഞെട്ടലോടെ തിരിഞ്ഞു. എൻ്റെ മോൾക്ക് വേണ്ടി എനിക്കിനി ഇതല്ലേ ചെയ്യാൻ പറ്റൂ. അവസാനമായിട്ട് ഞാൻ തന്നെ അരച്ചോളാം ഇത്ത, ഞാൻ തന്നെ അരച്ചോളാം. അത്രമേൽ കണ്ണീരോടെ, അത്രമേൽ ഹൃദയവേദനയോടെ ഞാൻ പറയുമ്പോൾ സമനില തെറ്റിയൊരുവളെ പോലെയായിരുന്നു അപ്പോഴെൻ്റെ അവസ്ഥ. വീണ്ടും ഞാൻ ഇല അരക്കാൻ തുടങ്ങി. അവസാനമായി ഞാൻ എൻ്റെ കുഞ്ഞുമോൾക്ക് വേണ്ടി ആ മൈലാഞ്ചി അരച്ചെടുത്തു. കണ്ണീര് തുടച്ച് ഞാൻ എൻ്റെ മുഖം കഴുകി മോൾക്കടുത്തേക്ക് നടന്നു. അവിടെ മോനും മോളും കരഞ്ഞ് തളർന്നിരിക്കുന്നു. അവരുടെ രണ്ടാളുടെയും ജീവനായിരുന്നവളാണ് ഈ ഒരവസ്ഥയിൽ കിടക്കുന്നത്. രണ്ടാളും സ്കൂളിൽ നിന്ന് വരുന്നതിന് വേണ്ടി കുഞ്ഞോള് കാത്തിരിക്കും. അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു സന്തോഷവും ഓട്ടമൊക്കെയാണ് കുഞ്ഞോൾക്ക്. ഏറെ നേരം അവരെ കാണാതിരുന്നിട്ട് പിന്നെ കാണുമ്പോൾ അതിയായ സന്തോഷമാണ് അവൾക്ക്.
ഇനി ആ സന്തോഷമൊന്നുമില്ലല്ലോ റബ്ബേ. ഒക്കെയും ഇനി ഓർമ്മകൾ മാത്രം. തേങ്ങിക്കരയുന്ന ഹൃദയത്തെ അടക്കി പിടിച്ച് ഞാൻ മോൾക്കരികിലിരുന്നു. വീട് മൊത്തം ആളുകളാണ്. അവസാനമായിട്ട് എൻ്റെ മോളൊരു നോക്ക് കാണാൻ ബന്ധുമിത്രാദികളും അയൽവാസികളും നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നു. അരച്ചെടുത്ത മൈലാഞ്ചിയുമായി ഞാൻ മോൾക്കരികിലിരിക്കുമ്പോൾ എന്തിനോ എൻ്റെ ചുണ്ടിലൊരു ചിരി തെളിഞ്ഞു. വളരെ വികൃതമായൊരു ചിരി. വിധിക്ക് മുന്നിൽ തോറ്റോടിക്കേണ്ടി വന്ന ഒരു ഉമ്മയുടെ ചിരി. മോളെ മൂടിയിരിക്കുന്ന വെള്ളത്തുണി മാറ്റി തന്നത് ഇക്കയാണ്. അവളുടെ കുഞ്ഞിളം കൈകൾ ഞാൻ മെല്ലെ എടുത്തു. ആദ്യം വലത് കൈക്കുള്ളിൽ മൈലാഞ്ചി ഓരോ വട്ടമായി വെച്ചു കൊടുത്തു. അവൾക്ക് ഞാൻ സാധാരണ ഇട്ട് കൊടുക്കുമ്പോൾ തുള്ളിച്ചിരിക്കും. ഹായ് സൂപ്പർ ഉമ്മി എന്ന് പറഞ്ഞ് കിളിയിലെ സംസാരിക്കും. അവളുടെ ആ ചിരിയിൽ ഞാനും കൂടും. എല്ലാം കഴിയുമ്പോൾ പിന്നെ ഒരു കാത്തിരിപ്പ. മൈലാഞ്ചി ഉണങ്ങി അത് കഴുകിക്കളഞ്ഞ് ആ മൈലാഞ്ചി ചുവപ്പൊന്ന് കാണാൻ. എൻ്റെ റബ്ബേ, അത് കാണുമ്പോൾ അവിടെ ഒരു സന്തോഷം. 1000 നക്ഷത്രങ്ങൾ ഒന്നിച്ച് മിന്നിയ കണ്ണുകളോടെ അതിലേക്ക് എത്ര നേരം നോക്കിയിരിക്കാറുണ്ട് എൻ്റെ പൊന്നു മോള്. എന്നിട്ട് പിന്നെ ഒരു ഓട്ട, നിലം തൊടിയില്ല, പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു സന്തോഷം. എല്ലാവരെയും ഓടി നടന്ന് മൈലാഞ്ചി ചുവപ്പ് കാണിക്കും. അവളുടെ സ്വന്തം കൈകളിലേക്ക് കുറേ മുത്തം കൊടുക്കും. ഇത്രയൊക്കെ ഇഷ്ടമുണ്ടാകുമെന്ന് എനിക്കറിയില്ലായിരുന്നു എൻ്റെ കുട്ടിക്ക്. അവളുടെ സന്തോഷം അത് ഞങ്ങൾക്കും വല്ലാത്തൊരു ആനന്ദമായിരുന്നു. ഇന്ന് ആ സന്തോഷമാണ് ഏറ്റവും വലിയ കണ്ണീര് നൽകിക്കൊണ്ടിരിക്കുന്നത്. മൈലാഞ്ചി അവിടെ ഇരു കരങ്ങളിലേക്കും ഞാൻ ഇട്ടുകൊടുത്തു. ഇപ്പം എൻ്റെ മോള് സന്തോഷിക്കുന്നുണ്ടാവുമോ? ആവും, അവൾക്കൊരുപാട് സന്തോഷമാവും. എനിക്കറിയാം, അവൾ ചിരിക്കുന്നുണ്ടാവും. എൻ്റെ ഹൃദയമാകെ വിങ്ങി വിറക്കുന്നുണ്ട്. ഉടലാകെ പൊള്ളിപ്പിടയുന്ന പോലെ. വേദന താങ്ങാവുന്നതിനും അപ്പുറമാണ്. ക്ഷമ കൈക്കൊള്ളുകയാണ് ഞാനും മിക്കയും റബ്ബിൻ്റെ തൃപ്തിക്കായി. മോളുടെ കൈകളിൽ നിന്ന് അവളെ പൊതിഞ്ഞിരുന്ന ആ വെള്ളത്തുണിയിലേക്കും മൈലാഞ്ചിയുടെ ചുവപ്പ് പടർന്നു. ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് രക്തം പടർന്നൊഴുകി അവ കണ്ണീരായി പുറത്തേക്ക് വന്നുകൊണ്ടേയിരുന്നു, ഇടമുറിയാതെ. കുറച്ച് സമയത്തിനകത്ത് തന്നെ പള്ളിയിൽ നിന്ന് ഉസ്താദും പൊന്നുമോളെ കൊണ്ടുപോകാനുള്ള മയ്യത്ത് കെട്ടിലും കൊണ്ടുവന്നു. ഞങ്ങളുടെ അവസ്ഥയിലൊന്ന് ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയാവാം ഉസ്താദ് പുന്നാര നബിയുടെ കാര്യം പറഞ്ഞത്. ഹബീബായ തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എത്ര മക്കളാണ് മരിച്ചു പോയത്. അത് കേൾക്കുമ്പോൾ ഞാൻ അറിയാതെ പൊട്ടിക്കരഞ്ഞു പോയി. അല്ലാഹ്, എൻ്റെ റസൂൽ എത്രമാത്രം കരഞ്ഞിട്ടുണ്ടാവും. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ മരിക്കുന്നത് നമുക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല. മക്കൾ മരണപ്പെട്ടു പോകുമ്പോൾ നമ്മൾ മരണപ്പെട്ടു പോകുന്നൊരവസ്ഥ തന്നെയാണത്. അനുഭവിച്ചവർക്ക് മാത്രമേ അതറിയൂ. മോൾക്ക് വേണ്ടിയുള്ള അവസാന പ്രാർത്ഥനയും കഴിഞ്ഞ് അവളെ പൊതിഞ്ഞെടുത്ത ശേഷം ഞാൻ അവൾക്കൊരു1000 മുത്തങ്ങൾ വീണ്ടും കൊടുത്തു. കണ്ണീരോടെ ആ കുഞ്ഞു മുഖം വീണ്ടും ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചു. ഇക്കയും മക്കളും മോൾക്ക് അവസാനമായിട്ട് മുത്തം കൊടുക്കുമ്പോൾ ഇക്കയും വാവിട്ട് കരയുന്ന കണ്ടു. പിന്നീട് പൊന്നുമോളെ പരിശുദ്ധമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റിൻ്റെ അകമ്പടിയോടുകൂടി വീട്ടിൽ നിന്നും പള്ളിയിലേക്ക് കൊണ്ടുപോയി. എൻ്റെ പൊന്നുമോള് ഞങ്ങളുടെ കൂടെ നിന്നിട്ട് ഒരു കൈയകലത്തിലാണ് അവളെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത്. ആ വേദന ഞങ്ങളുടെ മരണാവസാനം വരെയും കൂടെ ഉണ്ടാവും. ഞങ്ങളുടെ പൊന്നുമോൾക്ക് ഇത്ര വേഗം പള്ളിക്കാട്ടിലേക്ക് പോകാനുള്ള വിധി ഉണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല അല്ലാഹ്. അവിടെ മൈലാഞ്ചി ചെടിക്ക് കീഴിൽ അവൾ ഉറങ്ങുമ്പോൾ ഇരു കൈകളിലും ആ മൈലാഞ്ചി ചുവപ്പ് കാണുമെന്നും ഒരിക്കലും കരുതിയിരുന്നതല്ല. അവൾ ഞങ്ങളെ വിട്ടുപോയിട്ട് ഇന്നേക്കൊരു വർഷമാകുമ്പോൾ എല്ലാം ഇന്നലെ കഴിഞ്ഞു പോയതുപോലെ എൻ്റെ മുന്നിലുണ്ട്. അവളുടെ ഓർമ്മകൾക്ക് ഒരിക്കലും മരണമില്ല. അവൾ ഇന്നും ഞങ്ങളുടെ കൂടെ തന്നെ ജീവിക്കുകയാണ്, കണ്ണീരോടെ. ഒരുപാട് സന്തോഷത്തോടെ വെച്ചുകൊണ്ടിരുന്ന വീടിൻ്റെ പണി പിന്നീട് നടത്തിയില്ല. ഞങ്ങളുടെ മോൾക്ക് മരണത്തെ ഒരുക്കി ആ കുഴി മൂടി. കിട്ടിയ വിലക്ക് ആ സ്ഥലം വിറ്റു. ഞങ്ങൾ ഇന്നും ഈ തറവാട് വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. മോളുടെ കൂടെ അവൾ ഒരുപാട് സന്തോഷത്തോടു കൂടി ഓടിക്കളിച്ചിരുന്നു. ആ മൈലാഞ്ചി ചെടിക്കടുത്ത് വന്നിരിക്കുമ്പോൾ ഞാൻ ഒരുപാട് സന്തോഷം അനുഭവിക്കുന്നുണ്ട്. ഉമ്മി, മൈലാഞ്ചി അരയ്ക്കെന്ന് പറഞ്ഞ് കിണിങ്ങിക്കരയുന്ന പോലെ. കള്ളിപ്പെണ്ണ് എന്നെ പറ്റിക്കുകയാണോ? ചിലപ്പോഴൊക്കെ സ്വപ്നത്തിൽ വരാറുണ്ട്, മൈലാഞ്ചി ഇട്ട് തരുമോ എന്ന് ചോദിച്ച്. അപ്പോഴൊക്കെ ഞാനിതുപോലെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചാടി എണീക്കും, എൻ്റെ പൊന്നുമോളെ എന്ന് വിളിച്ചുകൊണ്ട്. അവൾക്ക് വേണ്ടി കരഞ്ഞ കണ്ണുകൾ ഇന്നും തോരാറില്ല. അവൾ സ്വർഗത്തിലെ മാലാഖയെ പോലെ ഓടിക്കളിക്കുന്നുണ്ട്. നാളെ ഞങ്ങളെ കാണുമ്പോൾ അവൾ ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വരുന്നുള്ള സന്തോഷവും വിശ്വാസവും ആശ്വാസവും എനിക്കുണ്ട്. അന്ന് തൊട്ടിന്നോളം ഒരിട പോലും വ്യത്യാസമില്ലാതെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന എൻ്റെ പ്രിയപ്പെട്ട ഇക്കയും എന്നും എൻ്റെ ഭാഗ്യമാണ്. വെള്ളിയാഴ്ച ജുമ്മയ്ക്കൊക്കെ പള്ളിയിൽ പോകുമ്പോൾ ഞാൻ ഈ മൈലാഞ്ചി ചെടിയുടെ കമ്പുകൾ ഒടിച്ച് കൊടുത്തു വിടാറുണ്ട്, മോളുടെ ഖബർസ്ഥാനിൽ വെച്ച് പിടിപ്പിക്കാനായി.
ഇന്ന് അവൾ ഉറങ്ങുന്നത് ഒരു മൈലാഞ്ചി ചെടിയുടെ തണലിലാണ്. ഇവിടെ ഞാനും എൻ്റെ മോളുടെ ഓർമ്മകൾക്കൊപ്പം ഈ മൈലാഞ്ചി ചെടിയെ തഴുകാറുണ്ട്. ഹൃദയം വല്ലാതെ പിടയുമ്പോൾ, നെഞ്ചു പൊട്ടിക്കരയുമ്പോൾ ഈ മൈലാഞ്ചി ചെടിക്ക് ചാരി ഞാനൊന്ന് നിൽക്കും. അവിടെ മോൾ ഓടിക്കളിക്കുന്ന പോലെ തോന്നും, പൊട്ടിച്ചിരിക്കുന്നത് പോലെ. കുഞ്ഞിക്കാലടിയും കിലുങ്ങുന്ന വെള്ളിക്കുലസും വീണ്ടും എന്നിൽ സന്തോഷം നിറയ്ക്കും. എനിക്കൊപ്പം ചില രാത്രികൾ ഈ മൈലാഞ്ചി ചെടിയെ നോക്കി ഇക്കയും വന്നിരിക്കാറുണ്ട്. അതിൽ നിന്നും വീശിയടിക്കുന്ന കുഞ്ഞിളം കാറ്റ് ഞങ്ങളെ തഴുകിപ്പോകുന്ന പോലെ തോന്നാറുണ്ട്. ഉള്ളു നിറയെ അവളെക്കുറിച്ചുള്ള ഓർമ്മകളാണ്, ഒരിക്കലും മരിക്കാത്ത ഓർമ്മകൾ. വീണ്ടും ഒരു രാത്രി കൂടി കഴിഞ്ഞു പോകുന്നു. ഞാൻ ഇന്നും തേങ്ങിക്കരയുന്നുണ്ട്. ഇക്കാൻ്റെ നെഞ്ചാകെ കണ്ണീരൊഴുകി പടരുന്നുണ്ട്. പൊന്നുമോളുടെ ഓർമ്മകൾക്ക് ഒരിക്കലും മരണമില്ല. കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. താങ്ക്